കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടേണം. നമ്മൾ സഹനത്തിലും ദീർഘക്ഷമയിലും മഹത്തായവരാകേണ്ടതിന് അവന്റെ മഹത്വത്തിന്റെ മഹാശക്തിയുമായി അതിനനുസരണമായി സകല ശക്തിയാലും നാം ബലപ്പെട്ടവരായി തീരണം. പലപ്പോഴും നമ്മൾ സ്വയം ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ചിന്തിക്കാറുണ്ട്. മോശയും ദാവീദും ദാനിയേലും പോലുള്ളതായ മഹാന്മാരെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, അവരഭിഷിക്തരാണ്, അവർ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ലല്ലോ. പക്ഷെ ദൈവം ഇന്നും അതേ ശക്തിയോടും വിളിയോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളും വിളിക്കപ്പെട്ടവരാണ്, നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മളും അഭിഷിക്തരാണ്. അവർ അന്നത്തെ കാലത്തിനായി ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്നത്തെ കാലത്തിനായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തടസ്സങ്ങളെ തകർക്കുന്നവരാണ് നാം, ചരിത്രം സൃഷ്ടിക്കുന്നവരാണ് നാം. നമ്മിലെ ശക്തിയെക്കുറിച്ച് നാം ഒട്ടും അറിയാത്തവരാകരുത്. നാം ഇന്നും നേരിട്ടിട്ടുള്ളതായ ചില പരീക്ഷണങ്ങൾ, രോഗം, നഷ്ടം, നിരാശ, തിരിച്ചടി, ഇവയൊന്നും നമ്മളെ ഇതുവരെ തോൽപ്പിക്കാത്തത് ദൈവത്തിന്റെ അത്യുന്ന ശക്തി നമ്മിലുള്ളത് കൊണ്ടാണ്. നാം ഇന്നും നിലനിൽക്കുന്നു, നാം മുൻപോട്ട് പോകുന്നു. നാം കൈപ്പുള്ളവരല്ല, നമ്മൾ ആശീർവദിക്കപ്പെട്ടവരാണ്. നമ്മുടെ ശക്തിയാലല്ല ഇതൊന്നും സംഭവിക്കുന്നത്. ദൈവം തന്നെയാണ് നമ്മെ ജീവിതത്തിലേക്ക് കയറ്റിവിടുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കുന്നുവെന്നും വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിത്യം നാം ചെയ്യണം. നാം പൂർണ്ണ ശേഷിയിൽ എത്തിച്ചേരണമെങ്കിൽ ആ ശക്തനായവനാണ് നമ്മളെ നടത്തുന്നു എന്നുള്ളതായ സത്യം നാം വിശ്വസിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. അവൻ തന്നെയാണ് നമ്മെ നയിക്കുന്നത്, നമ്മളെ ഉറപ്പിക്കുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അത് ഉറച്ചു വിശ്വസിക്കുകയും പ്രഖ്യാപനം ചെയ്യുകയും ചെയ്യാം. ഈ വചനത്തോട് ചേർന്ന് നമുക്ക് ചില വാചകങ്ങൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നിന്റെ മഹത്വ ശക്തിക്കനുസരണമായി എന്നെ ബലപ്പെടുത്തിയതിന് നന്ദി. പ്രതിബന്ധങ്ങളെയും നിരാശകളെയും പിന്നിൽ വെച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ ശക്തിയോടെ നിറയ്ക്കണമേ. ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ അഭിഷിക്തനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.